വെൽക്കം ടു സിനി പീഡിക. അങ്ങനെ കാത്തിരുന്ന സിനിമ റിലീസായിരിക്കുകയാണ്, ജുറാസിക് വേൾഡ് റീബർത്ത്. അപ്പോൾ ജുറാസിക് വേൾഡിൻ്റെ എല്ലാ സിനിമകളും തന്നെ ഇപ്പോൾ 7ാമത്തെ പടമാണിത്. ആ ഒരു ശ്രേണിയിലെ 7ാമത്തെ പടമാണ്. എല്ലാ പടങ്ങളും തന്നെ നമ്മൾ ഫോളോ ചെയ്ത് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഒരുപാട് എക്സൈറ്റ്മെൻറ്റിലും ഒരുപാട് പ്രതീക്ഷയിലും ഒക്കെയാണ് തിയേറ്ററിലേക്ക് പോയത്. ലാസ്റ്റ് ഇറങ്ങിയ പടം എനിക്ക് അത്ര വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. ഡൊമീനിയൻ എന്നങ്ങനെ പറയുന്നത്, ജുറാസിക് വേൾഡ് ഡൊമീനിയൻ അങ്ങനെ പറയുന്നൊരു പടം ഉണ്ടായിരുന്നു. സോ അതെനിക്ക് അത്ര വർക്കായില്ല. ബട്ട് എന്നാലും നമുക്ക് ഈ ജുറാസിക് വേൾഡിൻ്റെ പടം അല്ലെങ്കിൽ ഡിനോസറസിൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നു എന്ന് പറയുമ്പം അത് തിയേറ്ററിൽ കാണാനൊക്കെ ഉള്ളൊരു ആകാംക്ഷ എന്ന് പറയുന്നൊരു വേറെ തന്നെയാണ്. അതും 3Dയിലൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഫീല് നൽകുന്ന ഒരു കാര്യമാണ്. അത് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇന്ന് വരെ ഒരു ജുറാസിക് വേൾഡ് അല്ലെങ്കിൽ ജുറാസിക് പാർക്ക് സിനിമകൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒരു ഡിനോസർ സിനിമകൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കുക. അപ്പോഴേ ആ ഒരു സൗണ്ട് ക്വാളിറ്റിയുടെയും അതിൻ്റെ ആ VFXൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പോർഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആദ്യം അത് പോയി കണ്ടു നോക്കുക. നമുക്കെല്ലാം അറിയാം, സ്റ്റീവൻ സ്പിൽബർഗ് ആയിരുന്നു ആദ്യത്തെ ദ കൾട്ട് ക്ലാസിക് ആയിട്ടുള്ള ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന സിനിമ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പുള്ളി, എനിക്ക് തോന്നുന്നു സെക്കൻഡ് സിനിമയും പുള്ളി ഡയറക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. അതിനുശേഷം പുള്ളി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും അല്ലെങ്കിൽ റൈറ്റിംഗ് സെക്ഷനിലും ഒക്കെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സിനിമയിലും പുള്ളി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ പുള്ളി ഉണ്ടാക്കി വെച്ച ആ വേൾഡിലേക്ക് നമ്മളെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഫസ്റ്റ് ജുറാസിക് വേൾഡ് എഴുതിയ ആ റൈറ്റർ തന്നെയാണ് ഇതിൻ്റെയും സ്ക്രീൻ പ്ലേയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ പേര് ഞാൻ പറയാം. അതുപോലെ തന്നെ സ്കാർലറ്റ് ജോൺസൺ ഇതിൻ്റെ അകത്ത് മെയിൻ ലീഡ് ആക്ട്രസ്സായിട്ട് വന്നിരിക്കുന്നത്, നമ്മുടെ ബ്ലാക്ക് വിഡോ. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന, വലിയ ബോറടികളൊന്നും ഇല്ലാതെ ഒരു ഡിനോസർ സിനിമ കാണാൻ പറ്റിയ ഒരു ലാഘവത്തിൽ, ഇന്ന് വരെ അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അവർക്ക് വലിയൊരു ഹൈ തരികയും, എന്നാൽ തുടരെ കണ്ടിട്ടുള്ള ആൾക്ക് എന്തോ ഒരു ഇൻകംപ്ലീറ്റ് ഫീൽ നൽകുന്ന ഒരു സിനിമയാണ് ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറയാൻ സാധിക്കും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. എന്തോ ഭയങ്കരമായിട്ട് മിസ്സായ പോലെ തോന്നി. ഒരുപാട് ലോജിക്കൽ മിസ്റ്റേക്സും ഒരുപാട് നമ്മൾ ഇതുവരെ കാണാത്തൊരു സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് പേഴ്സണലി എന്തോ ഒരു മിസ്സിങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ടീറക്സിനെ ഓഫ്കോഴ്സ് നമ്മൾ ഡിനോസർ സിനിമ കാണാൻ പോകുന്നത് തന്നെ ടീറക്സിനെ കാണാനാണ്. നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതും ടീറക്സിനെ ആയിരുന്നു. സോ ആ ടീറക്സിൻ്റെ ഒരു ഫാൻസാണ് നമ്മൾ. ടീറക്സിനെ തിയേറ്റർ സ്ക്രീനിൽ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. ബട്ട് അതൊരു കുട്ടി സീക്വൻസ്, പുള്ളിയെ കാണിക്കാൻ വേണ്ടി ഒരു സീക്വൻസ് ഉണ്ടാക്കി വെച്ച പോലെ ഒരു അവസ്ഥ തോന്നി. ഒരുപാട് ഡിനോസേഴ്സിനെയും ഒരുപാട് സ്പീഷ്യസിനെയും ഇതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള 17 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലാബിലുണ്ടായ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഏതാണ്ട് ഒരു 30 വർഷത്തോളമായി ഈ ഡിനോസേഴ്സും മനുഷ്യരും എല്ലാം ഒന്നിച്ചാണ് ജീവിക്കുന്നത്. ഡിനോസേഴ്സ് എല്ലാം കുറച്ച് കാട് കയറി കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ക്രീച്ചേഴ്സൊക്കെ നാട്ടിലോട്ട് ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലാണ് കഥ മുമ്പോട്ട് പോകുന്നത്. സോ അവരുടെ ഒരു 3 ഡിനോസേഴ്സിൻ്റെ പേര് പറയാം. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. 3 എണ്ണത്തിൻ്റെ പേര് പറയാം. ആ 3 ക്രീച്ചേഴ്സിൻ്റെ DNA എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പോലുള്ള, ഹാർട്ട് അറ്റാക്സ് പോലുള്ള അസുഖങ്ങളെല്ലാം മാറ്റാൻ സാധിക്കും, അതിന് ക്യൂർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പഠനവുമായി ബന്ധപ്പെട്ട് അവരുടെ DNA എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ് പറയുന്നത്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് അനാക്കോണ്ട പോലത്തുള്ള സിനിമകളിൽ, അതുപോലെ തന്നെ ഇങ്ങനത്തെ അഡ്വഞ്ചറായിട്ടുള്ള ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ളൊരു പ്ലോട്ടാണ്. അങ്ങനെ പോയി കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? കൂട്ടത്തിൽ പോകുന്ന കുറേ പേര് മരിച്ച് അവസാനം 1-2 പേരൊക്കെയായി മാറും. ഇതേ സെയിം പ്ലോട്ട് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വലിയ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് അതെങ്ങനെ പറയാൻ അവർ ഈ ഡിനോസേഴ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും അതൊരു ഭയങ്കര സിമ്പിൾ ഒരു പ്രോസസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു വളരെ ലാഘവത്തിൽ ചെയ്യുന്നൊരു കാര്യമായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ കൂട്ടത്തിൽ വന്നവർക്കാണെങ്കിലും അതേ ഒരു അഭിപ്രായമാണ് വന്നത്. സിനിമ തീരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹൈ മൊമെൻ്റ് അവിടെ കാണിക്കുമ്പോഴും നമുക്കൊന്ന് കൈയടിക്കണമെന്നോ അല്ലെങ്കിൽ എടാ ഇത് കലക്കി എന്ന് പറയണമെന്നോ ഒന്നും തോന്നാതെ ഒരു പ്ലെയിനായിട്ട് എടുത്ത് വിട്ട, വളരെ സിമ്പിളായിട്ട്, ഞാൻ ക്ലൈമാക്സ് എങ്കിലും പ്രതീക്ഷിച്ചു അതുവരെ പോയപ്പോൾ. ബട്ട് ക്ലൈമാക്സ് ആണെങ്കിലും ഒരു വളരെ പ്ലെയിനായിട്ട്, ഒരു വലിയൊരു പേടിയോ ഒരു സംഭവങ്ങളോ ഒരു ഹൈയോ ഒന്നും തരാതെ ഒരു നോർമൽ രീതിയിൽ അങ്ങ് നിർത്തിവെച്ചു. ഇതൊരു റീബർത്ത് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടുത്ത പാർട്ടുകളൊക്കെ ഇനി ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. അതൊക്കെ ഇനി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, ഏത് രീതിയിലോട്ട് കഥയും കാര്യങ്ങളൊക്കെ പോകും എന്നുള്ളത്. എന്തായാലും തിയേറ്ററിൽ പോയി ഇരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കുട്ടികൾക്ക്, എസ്പെഷ്യലി കുട്ടികൾക്ക്
എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരിക്കും ജുറാസിക് വേൾഡ് റീബർത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണലി എനിക്ക് ഒരു എനിക്കൊരു ആവറേജ് അനുഭവം മാത്രമാണ് നൽകിയത്. എന്നാൽ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ അതൊരു ഹൈ ഒക്കെ തരുന്നൊരു കാര്യമായിരിക്കും. എന്തായാലും എൻ്റെ ചേച്ചിയുടെ കൊച്ചിനെ അവനെ കൊണ്ട് ഞാൻ എന്തായാലും പോകും. കാരണം അവൻ ഭയങ്കരമായിട്ടുള്ള ഒരു ഡിനോസർ ഫാനാണ്. സോ അവനെ കൊണ്ടൊന്ന് പോകണമെന്നുണ്ട്. നെക്സ്റ്റ് വീക്കാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. സോ പോയി കഴിയുമ്പോൾ ഞാൻ അവനെ കൊണ്ടൊന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അതുവരെ നാട്ടിൽ തിയേറ്ററിൽ ഓടിയാൽ ഞാൻ എന്തായാലും അവനെ കൊണ്ട് പോകും. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓൾറെഡി ഈ സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.